മുതിർന്ന കോൺഗ്രസ് നേതാവ് CV പത്മരാജൻ അന്തരിച്ചു. ധനകാര്യ, വൈദ്യുതി, ഫിഷറീസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2 തവണ ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എപ്പോഴായിരുന്നു അന്ത്യം? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ വാർദ്ധക്യകാലസഹിതമായ അസുഖങ്ങളെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം ആശുപത്രി വൃത്തങ്ങൾ തന്നെ സ്ഥിരീകരിച്ചത്. ഇനി ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രവേശനം. കൊല്ലം DCCയുടെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. 82-ലും 91-ലും ചാത്തന്നൂരിൽ നിന്ന് നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1983 മുതൽ 87 വരെ APCC പ്രസിഡന്റായിരുന്നു. അതുപോലെ കരുണാകരൻ, അതായത് 82, 83, 91, 95 വർഷങ്ങളിലെ 2 മന്ത്രിസഭകളിലും കരുണാകരൻ മന്ത്രിസഭയിലും അതുപോലെ AK ആന്റണി മന്ത്രിസഭയിലും അദ്ദേഹം മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1992-ൽ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന് അപകടം പറ്റിയ സമയത്ത് ഒരു ചെറിയ കാലയളവിൽ അദ്ദേഹം സഭാ നേതാവായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഒരു ചുമതല കൂടി CV പത്മരാജൻ നിർവഹിച്ചിരുന്നു. സിന്ധൂരി, ഇത് വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് അദ്ദേഹത്തിന് അവകാശപ്പെടുവാനുള്ളത്. അങ്ങനെ ഒരാളെയാണ് ഇപ്പോൾ കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് കൊല്ലം ജില്ലയിലെ പരവൂർ സ്വദേശി, അത് വേലു വൈദ്യന്റെയും തങ്കമ്മയുടെ മകനാണ്. 1931 ജൂലൈ 22-നായിരുന്നു ജനനം. അഖില തിരുവിതാംകൂർ വിദ്യാർത്ഥി കോൺഗ്രസിലൂടെ സ്വതന്ത്ര സമര രംഗത്ത് സജീവമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. പിന്നീട് ഇത് അഭിഭാഷകനായി ബിരുദം നേടുകയും ചെയ്തു. 73 മുതൽ 79 വരെ കൊല്ലം ജില്ലയിൽ അദ്ദേഹം അഭിഭാഷകനായും ഗവൺമെന്റ് പ്ലീഡറായും പബ്ലിക് പ്രോസിക്യൂട്ടറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമ കൂടിയാണ്. പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിന് നേരെ ഉണ്ടെങ്കിലും അത് മുഴുവനും അതിനെയൊക്കെ നേരിട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം KPCCയുടെ രാഷ്ട്രീയ കാര്യ അച്ചടക്ക സമിതിയുടെ തലവൻ കൂടിയായിരുന്നു. കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന സമയത്തെല്ലാം തന്നെ അദ്ദേഹം ഇന്ന് കാണുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കണക്ക് തമ്മിലടിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയുകയോ ഒന്നുമില്ലായിരുന്നു. അതെല്ലാം അദ്ദേഹം ചോദ്യം ചെയ്യുകയും യുവതലമുറയ്ക്ക് കൂടുതൽ പ്രാധാന്യം കോൺഗ്രസിന് കൊടുക്കണമെന്ന് എന്നും ആവശ്യപ്പെട്ടിരുന്ന ഒരു നേതാവ് കൂടിയാണ്. നമ്മളിപ്പോ ഇന്ന് സംസാരിച്ച് നമ്മൾ TV-യിൽ കാണുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം പോലും അതിനെ സംബന്ധിച്ചായിരുന്നു. പുതിയ തലമുറ കോൺഗ്രസിലേക്ക് വളർന്നു വരണം, പഴയ ആളുകൾ അതിന്റെ സ്ഥാനം മാറി അവർക്ക് അവസരം നൽകണം, എങ്കിലേ കോൺഗ്രസ് നിലനിൽക്കൂ എന്ന് എന്നും വാദിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു CV പത്മരാജൻ. ശരി, വ്യക്തമാണ് രാജ്കുമാർ. മുതിർന്ന കോൺഗ്രസ് നേതാവായ CV പത്മരാജനാണ് അന്തരിച്ചിരിക്കുന്നത്. ധനകാര്യ, വൈദ്യുതി, ഫിഷറീസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു സമുന്നത നേതാവായിരുന്നു. 2 തവണ അദ്ദേഹം മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.